ഒരു വലിയ കെട്ടിടത്തിന് മുകളിൽ ഇരിക്കുകയായിരുന്നു ഒരു കൂട്ടം പ്രാവുകൾ. പെട്ടെന്നാണ് താഴെ തിളങ്ങുന്ന കുറച്ച് അരിമണികൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വിശന്ന് വലഞ്ഞിരുന്ന ആ പ്രാവുകൾക്ക് അതൊരു വലിയ നിധി തന്നെയായിരുന്നു. നമുക്ക് താഴെ പോയി ആ അരിമണികൾ കൊത്തി തിന്നാമെന്ന് ആവേശത്തോടെ അവരിൽ ചിലർ പറഞ്ഞു. എന്നാൽ കൂട്ടത്തിലുണ്ടായിരുന്ന പ്രായമായ പ്രാവ് അവരെ തടഞ്ഞു. മനുഷ്യവാസമില്ലാത്ത ഈ സ്ഥലത്ത് ഇത്രയധികം അരിമണികൾ എങ്ങനെ വന്നു? ഇതിൽ എന്തോ ഒരു അപകടമുണ്ട്, നമുക്ക് സൂക്ഷിക്കണം എന്ന് അദ്ദേഹം അവരെ ഉപദേശിച്ചു. എന്നാൽ വയസ്സന്മാർക്ക് എപ്പോഴും പേടിയാണ് എന്ന് അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് ആ പ്രാവുകൾ താഴേക്ക് പറന്നുപോയി. താഴെ ഇറങ്ങിയ പ്രാവുകൾ അരിമണികൾ കൊത്തിത്തിന്നാൻ തുടങ്ങിയതും നിമിഷങ്ങൾക്കകം വേടൻ വിരിച്ച വലയിൽ അവയെല്ലാം കുടുങ്ങി. രക്ഷപ്പെടാൻ പരിശ്രമിക്കും തോറും വല മുറുകിക്കൊണ്ടേയിരുന്നു. അപകടം മനസ്സിലാക്കിയ പ്രായമായ പ്രാവ് അവരുടെ ഇടയിലേക്ക് പറന്നെത്തി. പരിഭ്രമിക്കരുത്, എല്ലാവരും കൂടി ഒന്നിച്ച് ചിറകടിച്ചു പറക്കൂ എന്ന് അദ്ദേഹം അവരെ നിർദ്ദേശിച്ചു. അദ്ദേഹത്തിന്റെ നിർദ്ദേശം പ്രാവുകൾ പാലിക്കുകയും വലയുമായി ആകാശത്തേക്ക് അവർ ഉയർന്നു പറക്കുകയും ചെയ്തു. തങ്ങൾക്ക് മേൽ വന്നു വീണ വലയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ചുണ്ടലി അവരെ സഹായിച്ചു. എല്ലാം കഴിഞ്ഞ് ചുണ്ടലി അവരോട് ഒരു ചോദ്യം ചോദിച്ചു. ഇത്രയും ഉയരത്തിൽ നിന്ന് ചെറിയ അരിമണികൾ കാണാൻ കഴിഞ്ഞ നിങ്ങൾക്ക് എന്തേ ഇത്രയും വലിയൊരു വല കാണാൻ കഴിഞ്ഞില്ല? നമ്മളും പലപ്പോഴും സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകാറുണ്ട്. ചെറിയ സന്തോഷങ്ങൾക്കും ലാഭങ്ങൾക്കും പിന്നാലെ പോകുമ്പോൾ നമ്മൾ പലപ്പോഴും വരാനിരിക്കുന്ന വലിയ അപകടങ്ങളെ തിരിച്ചറിയാറില്ല. അനുഭവസ്ഥർ നൽകുന്ന ഉപദേശങ്ങൾ പലപ്പോഴും നമുക്ക് അലോസരമായി തോന്നാറുമുണ്ട്. അനുഭവജ്ഞാനമുള്ളവർ നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ഉപദേശങ്ങളെ നമുക്ക് നിരസിക്കാതിരിക്കാം.